നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. റാഫേൽ ഇടപാടിൽ ഒന്നും മറയ്ക്കാനില്ലെന്ന് പറഞ്ഞ് ചൂടാറുന്നതിന് മുൻപ് തന്നെ ദേശീയ രഹസ്യത്തിൻ്റെ പേരിൽ കൈ കഴുകാനാണ് BJPയുടെ ഇപ്പോഴത്തെ പുറപ്പാട്. എന്നാൽ വിടാനുള്ള ഭാവമില്ല പ്രതിപക്ഷത്തിന്. റാഫേൽ യുദ്ധവിമാനത്തിൻ്റെ വില പുറത്തു പറഞ്ഞാൽ എങ്ങനെയാണ് രാജ്യസുരക്ഷയെ ബാധിക്കുക എന്നതാണ് പ്രതിപക്ഷത്തിനൊപ്പം രാജ്യത്തെ ജനങ്ങൾക്കും അറിയേണ്ടത്. റാഫേൽ യുദ്ധവിമാനങ്ങൾ എന്ന് ഇന്ത്യയിലെത്തും എന്ന് ആർക്കും അറിയണ്ട. റാഫേലിൻ്റെ യന്ത്ര സാമഗ്രികളുടെ വിശദാംശങ്ങൾ ഒന്നും തന്നെ പുറത്തേക്ക് പറയണ്ട. റാഫേൽ എങ്ങനെ പ്രവർത്തിപ്പിക്കുന്നു എന്നും നരേന്ദ്രമോദി പുറത്തേക്ക് പറയണ്ട. പക്ഷേ എത്ര രൂപ ചിലവായി, കമ്മീഷൻ അടിച്ചോ, എന്തിന് മാർക്കറ്റ് വിലയുടെ 3 ഇരട്ടി നൽകി റാഫേൽ ഇടപാട് നടത്തി, ഇതൊക്കെ അറിയാൻ നികുതി കൊടുക്കുന്ന ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അത് ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ശൈലി ജനാധിപത്യ വിരുദ്ധമാണെന്ന് കുറ്റപ്പെടുത്തി ഒഴിയാൻ അമിത്ഷാ എത്ര ശ്രമിച്ചാലും ജനങ്ങൾ മാപ്പ് കൊടുക്കില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസിന്റെ ചർച്ച. ന്യൂസ് ആൻഡ് വ്യൂസ് ഉയർത്തുന്ന ചോദ്യങ്ങൾ: അഴിമതിയുടെ കറപുരളാത്തവരെന്ന് മേനി പറഞ്ഞു നടന്ന മോദി സർക്കാരിന്റെ ക്രമക്കേടോ? കണക്കുകൾ പറയാൻ മടിയില്ലെന്ന് വീരവാദം പറഞ്ഞ നിർമ്മലാ സീതാരാമൻ ചുവട് മാറ്റിയത് അഴിമതി മറയ്ക്കാനോ? ഇടപാടിൽ നേട്ടം കൊയ്തത് മോദിയോ സുഹൃത്തോ അതോ കൂടെ നിന്നവരോ എന്ന രാഹുലിന്റെ ചോദ്യത്തിന് ഉത്തരമുണ്ടോ? റാഫേൽ യുദ്ധവിമാനം ഒന്നിന് വില എത്രയെന്ന് ചോദിച്ചാൽ അത് ദേശീയ സുരക്ഷയെ അട്ടിമറിക്കലാകുമോ? മോദി സർക്കാരിന്റെ അഴിമതിയെക്കുറിച്ച് ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് പ്രതിപക്ഷം ചമച്ചതോ റാഫേൽ ഇടപാടെന്ന BJPയുടെ സംശയത്തിന് അടിസ്ഥാനമുണ്ടോ? റാഫേൽ NDA സർക്കാരിന്റെ ബോഫോഴ്സ് ആകുകയാണോ? ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ന്യൂസ് ആൻഡ് വ്യൂസിൽ ചേരുന്നത് ഡോക്ടർ PK ബിജു MP, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, KVS ഹരിദാസ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഷാജി M ജോസഫ് എന്നിവർ. ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്ക്. ശ്രീ KVS ഹരിദാസ്, കേന്ദ്ര സർക്കാരിന് റാഫേൽ ഇടപാട് മറ്റൊരു ബോഫോഴ്സ് പോലെ വന്ന് വീണിരിക്കുകയാണ്. ഒരുപക്ഷെ ബോഫോഴ്സിനേക്കാൾ അപ്പുറമാണ്, ഗുരുതരമാണ് റാഫേലിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ. ഈ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ് NDA സർക്കാർ നിൽക്കുന്ന സംശയത്തിന്റെ മറ നീക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ? ഈ കാര്യത്തിൽ സർക്കാർ സംശയത്തിന്റെ മുൾമുനയിലാകുമ്പോൾ കാര്യങ്ങൾ എന്താണ് എന്ന് അറിയാനുള്ള അവകാശം രാജ്യത്തെ പൗരന്മാർക്കും പ്രതിപക്ഷ പാർട്ടികൾക്കും ഇല്ലേ? അല്ല ലാലെ, ഞാൻ ഒരു കാര്യവും ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കേണ്ട ആവശ്യമുണ്ടെന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ ഒരു ചിന്ത ഒരു ഗവൺമെന്റിനും പാടില്ലാത്താനും. നരേന്ദ്രമോദി ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു നയാ പൈസയുടെ ഇടപാട് സംബന്ധിച്ച സംശയത്തിൻ്റെ നിഴലിൽ വരാൻ ആഗ്രഹമുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇടപാട്, ഈ ഡിഫൻസ് ഡീല് വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. മാത്രമല്ല, നമ്മളിവിടെ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇത് ഗവൺമെൻറ് ഡീലാണ്. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഡീലാണ്. അതിൽ മിഡിൽമെൻ ഇല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഫ്രാൻസിൽ ചെല്ലുമ്പോൾ അവിടുത്തെ രാഷ്ട്രപതി ഉൾപ്പെടെ ഉള്ളവരുമായി സംസാരിച്ചതിന് ശേഷം ഉണ്ടാക്കിയ ഡീലാണ്. അത് ഫൈനലൈസ് ചെയ്യുന്നത്, അതിൻ്റെ അന്തിമ തീരുമാനം ഉണ്ടാകുന്നത് 2016 റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യാതിഥിയായിട്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഡൽഹിയിൽ വരുന്ന സമയത്താണ്. അപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഡീലിനകത്ത് മധ്യസ്ഥന്മാരില്ലാത്തിടത്തോളം കാലം വേറൊരു ദുരൂഹതയ്ക്കുള്ള യാതൊരു സാധ്യതയുമില്ല. നമ്മൾ സംശയിക്കുന്നത് പഴയ കാലത്ത് കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള പല ഇടപാടുകളെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളും അല്ലെങ്കിൽ ആ നിഴൽ യുദ്ധങ്ങളും ഒക്കെയാണ്. പക്ഷേ ഈ അത്തരത്തിലുള്ള ഒരു സാഹചര്യവും ഇന്ന് രാജ്യത്തില്ല എന്നത് തന്നെയാണ് പ്രധാനം. ശ്രീ KVS ഹരിദാസോ അതല്ലെങ്കിൽ മറ്റ് BJPയുടെ വക്താക്കളോ മാധ്യമങ്ങളിൽ പറയേണ്ട കാര്യമല്ലല്ലോ. ലോക്സഭയിൽ പറയണം, രാജ്യത്തെ ജനങ്ങളോട്
ഈ ആരോപണങ്ങൾ ഉയരുമ്പോൾ കൃത്യമായി പറയണം. ചോദിച്ചത് രാജ്യത്തിന്റെ രഹസ്യങ്ങളൊന്നുമല്ല. ഈ ഇടപാടിൽ എന്ത് സാമ്പത്തിക നേട്ടമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു സംശയമായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള ഉത്തരവാദിത്തമില്ലേ രാജ്യം ഭരിക്കുന്ന സർക്കാരിന്? ലാലെ, ഒരു കാര്യം കൂടി, പ്രതിരോധ മന്ത്രാലയത്തിലെ സഹമന്ത്രി ഇത് സംബന്ധിച്ച മറുപടി പാർലമെന്റിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്തു മറുപടി? ഇത്ര ഉറുപ്പികയുടെ ഒരു ഡീലാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം, നവംബർ 18, 2016 മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഡിഫൻസ് ലോകസഭയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തേത് കാര്യം, ഇതിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് പോകാൻ കഴിയില്ല എന്നൊരു സ്റ്റാൻഡാണ് ഗവൺമെൻറ് എടുക്കുന്നത്. അതിന് കാരണം ഞാൻ ഇന്നലത്തെ ചർച്ചയിൽ സൂചിപ്പിച്ചു. 2008 ഇന്ത്യ ഗവൺമെൻറ്റും ഫ്രാൻസും തമ്മിലുണ്ടാക്കിയ ഒരു ധാരണയാണ്. അന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ ചർച്ച പോകുന്നത്? രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് അറിയേണ്ടത്, രാജ്യത്തെ ജനങ്ങൾ ചോദിക്കുന്നതും ഡീറ്റെയിൽസിലേക്കല്ല. എന്താണ് എങ്ങനെയാണ് ഈ റാഫേൽ യന്ത്ര വിമാനങ്ങൾ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത്, അതല്ലെങ്കിൽ അതിന്റെ യന്ത്ര സാമഗ്രികളുടെ വിശദാംശങ്ങൾ എന്താണ്? ഇതൊന്നും അറിയണ്ട, ഇതൊന്നുമല്ല. ഇതിനകത്ത് ചില നിഗൂഢതകളുണ്ട്. ഈ ഇടപാടിനെ കുറിച്ചുള്ള ചില സംശയങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ ഈ ഇടപാട് നടത്തുന്ന ഫ്രഞ്ച് കമ്പനി ഡസോൾട്ട് കമ്പനിയുമായി റിലയൻസ് ഡിഫൻസ് എന്ന് പറയുന്ന ഒരു പരിചയ സമ്പന്നതയും ഇല്ലാത്ത കമ്പനിക്ക് എന്താണ് ഇടപാട്? എങ്ങനെ 22,000 കോടി രൂപയുടെ സ്പെയർ പാർട്സുമായി ബന്ധപ്പെട്ട ഈ യന്ത്രവിമാനങ്ങളുടെ സ്പെയർ പാർട്സ് ഡീലിംഗുമായി ബന്ധപ്പെട്ട ഒരു കരാർ ഒപ്പുവെക്കാൻ അവർക്ക് എങ്ങനെ സാധിച്ചു? അനിൽ അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസ് ഡിഫൻസിന് ഒരു സംശയമുണ്ട്. തീർക്കേണ്ടത് ആരാണ്? സംശയം മാത്രമല്ല. ലാലെ, ഞാൻ വരാം. ലാലെ, ഞാൻ അതിലേക്ക് വരാം, തിരക്ക് പിടിക്കല്ലേ. ഞാൻ പറഞ്ഞു വന്നത്, എത്ര ഉറുപ്പികയാണ് വിമാനത്തിന് വരുന്നത് എന്നുള്ള വിവരം 2016 നവംബർ 18 ലോകസഭയിൽ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഡിഫൻസ് പറഞ്ഞിട്ടുണ്ട്. രേഖാമൂലം മറുപടി കൊടുത്തിട്ടുണ്ട്. അത് പബ്ലിക് ഡൊമൈനിലുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഒന്നാമത്തെ കാര്യം, അതിൽ ഏത് വർഷത്തിനുള്ളിൽ ഈ വിമാനങ്ങൾ സപ്ലൈ ചെയ്യും എന്നുള്ള വിശദാംശങ്ങൾ വരെയുണ്ട്. രണ്ടാമത്തെ കാര്യത്തിൽ തന്നെ ഒരു സംശയമുള്ളത്, ഒരുപക്ഷെ അന്ന് 2016 മനോഹർ പരീക്കർ ആണ് രാജ്യത്തെ പ്രതിരോധ മന്ത്രി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങ് പറഞ്ഞത് നിർമ്മല സീതാരാമൻ അല്ല. അദ്ദേഹം UPA-യുടെ അഴിമതിക്ക് തുല്യമല്ല ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പാർലമെന്റിൽ അങ്ങീ പറഞ്ഞ കണക്കുകൾ പറയുമ്പോഴും പറയാതെ പോയ ഒരു കാര്യമുണ്ട്. ഈ കമ്പനി ഡസോൾട്ട് കമ്പനി എന്ന് പറയുന്ന കമ്പനി പണ്ട് UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ സ്കോർപിയോൺ സബ്മറൈൻസ് എന്ന് പറയുന്ന, അതാണ് തോന്നുന്നു അതിന്റെ പേര്, ശ്രീ ഷാജി എം ജോസഫ്, അതെ ശ്രീ KVS, സ്കോർപിയോൺ സബ്മറൈൻസ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ആയിരുന്നതിനെ ടേക്ക് ഓവർ ചെയ്തതാണ് ഡസോൾട്ട് കമ്പനി. അപ്പോൾ ആ കമ്പനി അന്ന് സ്കോർപിയോൺ സബ്മറൈൻസ് എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് BJP-യുടെ ഒരു ആരോപണമുണ്ട്. അത് കരിമ്പട്ടികയിൽ പെടുത്തേണ്ട കമ്പനിയാണ്, അത് അഴിമതിയുടെ നിറം ചാർത്തി നിൽക്കുന്ന കമ്പനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കപ്പെടേണ്ട കമ്പനിയായിട്ട് കരുതപ്പെട്ട കമ്പനിയാണ്. ആ കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യുന്ന ഡസോൾട്ടുമായി എങ്ങനെയാണ് ഈ ഇടപാടിൽ പുതിയ സർക്കാരിന് ഇടപെടാനാകുക? കേട്ടൂടല്ല, ഒന്നും കേട്ടൂടാ. ഇപ്പോൾ കേൾക്കാമോ? ഒരു മിനിറ്റ് ലാലെ. ഇപ്പൊ ഞാൻ പറഞ്ഞോട്ടെ ലാല്, ഞാൻ ലാലിനോട് ഒരു കാര്യം പറയട്ടെ. ഞാൻ ആദ്യം ഒന്ന് വിശദീകരിച്ച് കഴിയട്ടെ, അതിനുശേഷം ലാലിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. പക്ഷെ ഓരോ വാക്കും പറയുമ്പോഴത്തേക്കും, ഓരോ വാചകം പറയുമ്പോഴത്തേക്കും ലാല് കയറി ഇടപെട്ടാൽ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല. ഇന്നലെ ഇത് തന്നെയാണ് സംഭവിച്ചത്. ദയവായിട്ട് അത് പറയാനുള്ള അവസരം തരാം. ഒന്നാമത് ഞാനിത് രണ്ടാമത്തെ കാര്യം പറയട്ടെ. ഈ 2008 ഡീല് അത് എന്തുകൊണ്ട് ഉണ്ടായി എന്ന് വിശദീകരിക്കേണ്ടത് UPA ആണ്, അന്നത്തെ ഗവൺമെൻറ്റാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു കരാർ നിലനിൽക്കുന്ന സമയത്ത് മോഡി ഗവൺമെന്റിന് മുമ്പിൽ 2 ഓപ്ഷൻസേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ റാഫേൽ വിമാനങ്ങൾ വാങ്ങണ്ട എന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ ഫ്രാൻസ് പറയുന്ന എഗ്രിമെന്റിന് വഴിപ്പെടുക. റാഫേൽ വിമാനം വേണം എന്ന് നമ്മൾ തീരുമാനിച്ചത് മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷമല്ല, UPA ഗവൺമെന്റ് കാലത്ത് 2012 മുതൽ അത് ഒരു റഫേൽ വിമാനം വാങ്ങാൻ അന്ന് അവർ ആലോചിച്ചത്. അതെങ്ങനെയാണ്
ഒരു 2-3 കൊല്ലം കഴിയുമ്പോഴേക്കും അതിന്റെ 3 ഇരട്ടി വിലയാകുന്നത്? മാർക്കറ്റിൽ അതിന്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ NDA സർക്കാരിന് മാത്രം അത് 3 ഇരട്ടി വിലയാകുന്നത് എങ്ങനെയാണ്? ലാലിന്റെ തെറ്റിദ്ധാരണയാണ് ലാലിന്റെ കാര്യം. 2012 ഐക്യ കാനഡയുടെ നേതൃത്വത്തിൽ ഈ ഡീലിന്റെ ചർച്ച നടക്കുമ്പോൾ വിമാനത്തിന് 10.4 ബില്യൺ USD ആയിരുന്നു അവരുടെ ധാരണ ഒന്നിന്. അല്ല, ഈ അവർ പറയുന്ന വിമാനങ്ങൾക്ക് 2013 ആയപ്പോൾ അത് 15 ബില്യൺ USD ആയിട്ട് വളർന്നു. 2014 ആയപ്പോൾ 1.85 ലക്ഷം കോടി രൂപ, അതായത് ഏതാണ്ട് $30 ബില്യൺ ആയിട്ട് വളർന്നു. അന്ന് കാനഡയുടെ പ്രസ്താവന നിങ്ങൾക്ക് കാണാം, ഹിന്ദുവിൽ കാണാം. ഞാൻ ഇന്ത്യയിലുണ്ടാക്കി ഹിന്ദു പത്രത്തിന്റെ കട്ടിങ്സ്. അതിൽ ആന്റണി പറയുന്നുണ്ട് 2012 തുടങ്ങി 2014 എത്തുമ്പോൾ 100% ഈ വിമാനത്തിന്റെ വില വർദ്ധിച്ചു. അങ്ങനെയാണ് ഈ ഡിസ്കഷൻസ് മുഴുവൻ മാർക്കറ്റിലെ വില എന്താണെന്ന് അങ്ങേക്ക് അറിയാമോ? ഞാൻ ചോദിക്കുന്നതല്ല, ഗ്ലോബൽ മാർക്കറ്റിലെ വിലയ്ക്ക് അനുസൃതമായിട്ടായിരിക്കും ഈ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് വിചാരം മാത്രമാണ്, ആ കാര്യത്തിൽ ഒരു വ്യക്തതയില്ലാതെ പോകുന്നത്. ആ കാര്യങ്ങൾ തുറന്നു പറയുന്ന കാര്യത്തിൽ ദേശീയ സുരക്ഷയാണ് പുറത്തേക്ക് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. അല്ലല്ല, അങ്ങനെ ഓട്ടയടയ്ക്കാൻ ശ്രമിക്കല്ല. ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഫ്രഞ്ച് അധികൃതർ ഇതിനെക്കുറിച്ച് നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. ഫ്രഞ്ച് അധികൃതർ അവർ പറയുന്നത് മൊത്തം ഡീല് കണക്കാക്കി വരുമ്പോൾ UPAയുടെ കാലത്ത് ആലോചിച്ചതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യക്ക് ഉണ്ടാകുന്ന ലാഭം 100 കോടി യൂറോ ആണ്. ഒരു യൂറോ എന്ന് പറയുന്നത് 79.29 രൂപയാണ്. 100 കോടി യൂറോവിൻ്റെ ലാഭം ഉണ്ടാകും എന്ന് പറയുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, ഞാൻ ഒരു കാര്യം കൂടി ചോദിപ്പിക്കട്ടെ. നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ചീഫ്, അതായത് എയർ ചീഫ് മാർഷൽ BS ധനോവ, അദ്ദേഹം 2017 നവംബർ 17 പത്രങ്ങളോട് പറഞ്ഞ വിശദാംശങ്ങളുണ്ട്. അദ്ദേഹം ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് മുഴുവൻ പോയിട്ട് പറയുന്നു ദിസ് ഈസ് ദ ബെസ്റ്റ് ഓഫർ ഇന്ത്യ എവർ ഹാഡ് എന്നാണ്. കാരണം മുഴുവൻ പറയാൻ യാതൊരു മടിയുമില്ല, രാജ്യസുരക്ഷയെ ബാധിക്കുന്നതല്ല എന്ന് തോന്നുമ്പോൾ നിർമ്മല സീതാരാമന് നവംബറിൽ തോന്നിയ ആ ഒരു തോന്നൽ ഫെബ്രുവരി ആയപ്പോൾ മാറിയത് എന്ത് എന്ന് പ്രതിപക്ഷത്തിന് മാത്രമല്ല തോന്നുന്നത്, രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവൻ തോന്നുന്നുണ്ട്. അവിടെയാണ് സംശയം വല്ലാതെ വർദ്ധിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് തീർക്കാൻ പറ്റുന്നതാണോ റാഫേൽ ഇടപാടിലെ ഈ സംശയത്തിന്റെ മറ? അല്ല, ഇതിനകത്തൊരു ഗൗരവമേറിയ ചില കാര്യങ്ങൾ നമ്മൾ ഒളിഞ്ഞിരിപ്പാണ്. ഒന്ന്, ഞാൻ പറഞ്ഞ രാജ്യസുരക്ഷ തന്നെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. 2, നമ്മുടെ രാജ്യത്തിൻ്റെ ധനം ചോർന്നു പോകുന്ന ഒരവസ്ഥ വേറെയുമാണ്. അത് നമ്മുടെ രാജ്യത്തെയും മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വിഷയം. BJPയെയും RSSനെയും ബാധിക്കുന്ന വേറൊരു വിഷയം, അവരിതുവരെ ഉയർത്തിക്കാട്ടിയ അഴിമതിരഹിത മുഖത്തിൻ്റെ പൊയ്മുഖങ്ങൾ വലിച്ചു കീറപ്പെട്ട ആ ഒരു സംഭവ വികാസം. അഴിമതി എന്ന് പറയുന്നത് അവർ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ അധികാരത്തിലേക്ക് കയറി വരാൻ ഉപയോഗിച്ച ചവിട്ടുപടി എന്നതല്ലാതെ ആത്മാർത്ഥതയുടെ ഒരു കിരണം പോലും അവരുടെ ഈ കാര്യത്തിൽ അവർക്കുണ്ടായിരുന്നില്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഭവ വികാസമാണ് റാഫേൽ ഇടപാട്. റാഫേൽ ഇടപാടിൻ്റെ സാങ്കേതിക വശത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായൊന്നും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ 54,000 കോടി ഉറുപ്പികക്ക് 36 വിമാനങ്ങൾ വാങ്ങണമോ, 58,000 കോടി ഉറുപ്പികക്ക് 36 വിമാനങ്ങൾ വാങ്ങണമോ, 54,000 കോടി ഉറുപ്പികക്ക് 126 വിമാനങ്ങൾ വാങ്ങണമോ? ഈ ഒരു സിമ്പിൾ അരിത്തമെറ്റിക്, ആ സിമ്പിൾ അരിത്തമെറ്റിക്കിന് BJPയെ നയിക്കുന്ന നേതാക്കന്മാരും മറുപടി പറഞ്ഞേ മതിയാവൂ. അത് പാർലമെന്റിൽ പറയണം. എന്ത് പറഞ്ഞാൽ, എന്ത് സുരക്ഷ പറഞ്ഞാലും അത് പാർലമെന്റിൽ പറയണം. ബോഫോഴ്സ് ഇടപാട് എന്താ? ബോഫോഴ്സ് ഇടപാട് നമുക്കറിയാം, അത് രാജ്യത്തിന്റെ ആയുധം വാങ്ങിയതിന്റെ ഇടപാടാണ്. കോൺഗ്രസ് ഗവൺമെന്റിന് അന്ന് വേണമെങ്കിൽ അത് രാജ്യയുടെ സുരക്ഷയെ ബാധിക്കുന്നതായതുകൊണ്ട് ഒരു ചർച്ചയ്ക്കും ഞങ്ങളില്ല, അത് പറയാൻ പാടില്ല എന്ന് പറയുന്നതിന് പകരം ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയെ കൊണ്ട് അതിന്റെ മുഴുവൻ വശങ്ങളും പരിശോധിപ്പിച്ച് വോളിയം കണക്കിനുള്ള റിപ്പോർട്ട് വാങ്ങിയിട്ടുണ്ട്. അതിൽ BJPയുടെ അംഗങ്ങളുമുണ്ട്.
ഒരു രാജ്യസുരക്ഷയും ഇന്ത്യ രാജ്യത്തിന് അപകടകരമായിട്ടില്ല. അതുകൊണ്ട് ഈ കാര്യത്തിലെ മുഴുവൻ വസ്തുതകളും ഒന്നില്ലാതെ, ഒരു വാചകമില്ലാതെ പാർലമെന്റിന്റെ മുമ്പിൽ പറയണം. ഇതേപോലെ ഒരു രാജ്യത്തിന്റെ JPC പോലെയുള്ള ഉന്നതാധികാരമുള്ള ഒരു കമ്മിറ്റി അത് അന്വേഷിക്കണം. അന്വേഷിച്ച് അതിന്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം. ഏത് കമ്മിറ്റി എന്നുള്ളതിനെക്കുറിച്ച് പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അന്തിമമായി പറയാൻ ആളല്ല. എങ്കിലും പാർലമെന്റിലൂടെ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രൂപത്തിൽ ഇതിന്റെ മുഴുവൻ കണക്കുകളും പുറത്തു കൊണ്ടുവരണം. സിമ്പിൾ അരിത്തമെറ്റിക് ആണ്. 58,000 കോടി ഉറുപ്പികൾക്ക് 36 വിമാനം, 54,000 കോടി ഉറുപ്പികൾക്ക് 126 വിമാനം. ഏതാണ് ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ഈ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും യോജിച്ചത് എന്ന് പറയാൻ BJPക്ക് ഉത്തരവാദിത്വമുണ്ട്. ശ്രീ KVS ഹരിദാസ്, ഷാജി എം ജോസഫിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുന്നതിന് എന്തിനാണ് BJP സർക്കാർ മടിക്കുന്നത്? ഈ കാര്യത്തിൽ അന്നത്തെ AK ആന്റണി ഈ പാർലമെന്റിൽ പല ഉത്തരങ്ങളും പറഞ്ഞു എന്ന് പറയുമ്പോഴും അദ്ദേഹം ഒരു ധൈര്യം കാണിച്ചിരുന്നു. അന്ന് അന്വേഷണം പ്രഖ്യാപിച്ചു, നടപടികളും എടുത്തു അന്വേഷണത്തിന്റെ ഫലമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറ്റക്കാരനാണെങ്കിൽ രാജിവെക്കാൻ തയ്യാറാണെന്ന് AK ആന്റണി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിലേക്കൊന്നും പോകാതെ ഇതിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്ത് പേടിച്ചാണ് കേന്ദ്ര സർക്കാർ? അല്ല ലാലേ, എന്ത് സാമ്പത്തിക ഇടപാടായാലും, ഒരു നയാ പൈസയുടെ ഇടപാടാണെങ്കിലും അത് ഗവൺമെൻറ്റിൻ്റെ ഓഡിറ്റിംഗ് സംവിധാനത്തിൻ്റെ സ്ക്രൂട്ടിനിക്ക് വിധേയമാകും. C&AGയുടെ മുമ്പിൽ പോകാതെ പറ്റില്ല. ഡിഫൻസിൻ്റെ പാർലമെൻ്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റീസ് ഉണ്ട്. അതിൻ്റെ മുമ്പിൽ വരണമെങ്കിൽ വരട്ടെ. ഞാൻ ചോദിക്കുന്നത് ഇതൊന്നും ഗവൺമെൻറ്റിന് മറച്ചു വയ്ക്കാനില്ല. പക്ഷേ ഇത് പബ്ലിക് ഡൊമൈനിൽ വരാമോ ഇല്ലയോ എന്നതേ ഉള്ളൂ പ്രശ്നം. പാർലമെൻറ്റ് ഇപ്പോൾ നമ്മുടെ സമ്പത്ത് പാർലമെൻ്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മെമ്പറായിരുന്നു ഡിഫൻസിൽ. സമ്പത്തെ പറയാറുണ്ടായിരുന്നില്ല ചർച്ചയിൽ വരുമ്പോൾ. പല കാര്യങ്ങളും ഞങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്. ബട്ട് വി ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു സ്പീക്ക് ഔട്ട്. കാരണം അത് രാജ്യരക്ഷാപരമായ കാര്യങ്ങളുള്ളതാണ്, പറയാൻ നിവൃത്തിയില്ല. ഞാൻ വിചാരിക്കുന്നു ഇതൊക്കെ പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ മുമ്പിൽ വരും, CAGയുടെ മുമ്പിൽ വരും. ലോകം മുഴുവൻ ബോഫോഴ്സിനെ കുറിച്ച് ചർച്ച ചെയ്തതിന്റെ പകുതിയെങ്കിലും നമുക്ക് ഈ റാഫേലിനെ കുറിച്ച് ചർച്ച ചെയ്യാമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വിശദാംശങ്ങളിലേക്ക് പോകണ്ട. പാർലമെന്ററി രഹസ്യങ്ങൾ അവിടെ തന്നെ ഇരുന്നോട്ടെ. രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന രഹസ്യങ്ങൾ പറയണ്ട. പക്ഷെ അറിയേണ്ടത് ഡസോൾട്ട് കമ്പനിയുടെ ഈ സ്കോർപിയോൺ സബ്മറൈൻ ഇടപാട്, അതുപോലെ റിലയൻസ് ഡിഫൻസുമായി ഡസോൾട്ട് കമ്പനിക്കുള്ള ഇടപാട് എങ്ങനെ സാധിക്കുന്നു എന്നത്, ഇതിനകത്തുള്ള ഇപ്പോൾ PM സുരേഷ് ബാബു ഉന്നയിച്ച 58,000 കോടിക്ക് 36 വേണോ 54,000-ന് 126 വേണമോ എന്ന ചോദ്യം, ഈ പറയുന്ന കാര്യങ്ങളിലേക്കെങ്കിലും കമ്മീഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന ചോദ്യങ്ങൾ, ഇതിലെങ്കിലും ലളിതമായ ചില ഉത്തരങ്ങൾ പറയണ്ടേ? ഒരു മിനിറ്റ്. ഈ സുരേഷ് ബാബു പറഞ്ഞ കണക്ക് യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ലാത്തതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ആദ്യമായിട്ട്. കാരണം വിമാനത്തിന്റെ വില മാത്രമല്ല നമ്മൾ കൊടുക്കുന്നത്, 5 വർഷത്തേക്കുള്ള സർവീസ് എഗ്രിമെന്റ് ഉണ്ട്. മാത്രമല്ല അതിനൊപ്പം അത്യന്താധുനികമായ ആയുധങ്ങളും നമ്മൾ വാങ്ങുന്നു. ഇതെല്ലാം കൂടി ചേർത്തുള്ള ഡീലാണ് വരുന്നത്. രാജ്യസുരക്ഷ പോയില്ലേ? ഞാൻ പറയട്ടെ രഹസ്യം പുറത്തേക്ക് വിടുകയാണോ ചെയ്തത്? അല്ല, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ എൻ്റെ ലാലെ. ഇങ്ങനെ തൊട്ടതിന് മുഴുവൻ ഇടപെടാൻ പോവാണെങ്കിൽ ഞാൻ നിർത്തി പോവാം വേണമെങ്കിൽ. ശ്രീ KVS ഹരിദാസ്, ദയവായി, എനിക്ക് ഏറ്റവും കൂടുതൽ സമയം ഞാൻ അങ്ങേക്കാണ് തന്നത്. അങ്ങ് ദയവായി ഇന്നലെ മുതലാണ് ഈ വിഷയം ചോദിക്കുമ്പോഴാണ് അങ്ങേക്കും ആവേശം കൂടുന്നത് അല്ലെങ്കിൽ ക്ഷമ നശിക്കുന്നത് എന്നത് പറയാനില്ല. ഞാൻ ഒന്ന് അങ്ങയിലേക്ക് വരാം. വരുന്നതിന് മുൻപ് എനിക്ക് ഡോക്ടർ സമ്പത്ത് ഇപ്പോൾ ലൈനിലുണ്ട്. ഞാൻ അങ്ങയിലേക്ക് വരാം. അതിനു മുമ്പ് ഡോക്ടർ സമ്പത്ത്, ഈ റാഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും രഹസ്യങ്ങളാണ്, പുറത്തേക്ക് വിടാൻ പറ്റില്ല, പുറത്തേക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാദം എന്നുള്ളത് അങ്ങേപ്പോലും കോട്ട് ചെയ്തുകൊണ്ടാണ്. അങ്ങ് പല ചർച്ചകളിലും അങ്ങനെ പാർലമെന്റിന്റെ സമിതിയിൽ പെട്ട ഒരു അംഗം കൂടി ആയതുകൊണ്ട് അങ്ങ് കൂടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് KVS ഇപ്പോൾ ഈ ചർച്ചയിൽ ഉന്നയിക്കുന്നത്. എന്തു പറയും? ഞാൻ ഈ ചർച്ച മുഴുവനായി ഞാൻ കേട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, താങ്കൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരും KVS ഉൾപ്പെടെയുള്ള എന്റെ സുഹൃത്തുക്കളും 2016 അവസാനത്തെ ലോക്സഭയുടെ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം
നവംബർ മാസത്തിന് അവസാനത്തോടു കൂടി ആരംഭിച്ച് ഡിസംബർ മാസം അവസാനത്തെ ആഴ്ചയിലും കണ്ട ആ തീയതി ഞാനിപ്പോൾ ഓർക്കുന്നില്ല. സമാപിച്ച ആ സമ്മേളനത്തിൽ റഫേൽ ആയുധ ഇടപാട്, ആ റഫേൽ ഡീലുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചോദ്യം സമ്പത്തിൻ്റെതായിരുന്നു, എന്നാൽ എന്റേതായിരുന്നു എന്നർത്ഥം. ഞാൻ പോലും മറന്നുപോയ ഇക്കാര്യം ഇന്ന് ഡൽഹിയിലെ ചില ഇംഗ്ലീഷ് ദിനപത്രങ്ങളുടെ കറസ്പോണ്ടൻസ് അവര് എന്നെ വിളിച്ച് എന്നോട് ചോദിക്കുകയായിരുന്നു. ചോദ്യത്തിന്റെ നമ്പർ അവർ എന്നോട് പറഞ്ഞത് 532, 533 അങ്ങനെ അതിനുശേഷമുള്ള നമ്പറാണ്. കാരണം ഈ നമ്പർ അടിച്ചു വരുന്നത് സ്റ്റാർട്ട് ചോദ്യം, അൺസ്റ്റാർട്ട് ചോദ്യങ്ങൾ ഓരോ സെഷനിലും അടിച്ചു വരുന്നതിൽ ഏതായാലും 530 ശേഷമുള്ള ചോദ്യമാണത്. ചോദ്യത്തിന്റെ നമ്പർ അതൊന്ന് വെരിഫൈ ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായ മറുപടി തന്നിരുന്നില്ല. അതിനെ തുടർന്ന് പിന്നീടെന്തെങ്കിലും കത്തിടപാടുകളോ അങ്ങനെ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന്, മന്ത്രിയിൽ നിന്ന് താങ്കൾക്ക് എന്തെങ്കിലും ലഭിച്ചോ എന്നതായിരുന്നു വളരെ അത്ഭുതകരമായി അവർ തന്നെ എന്നോട് പറഞ്ഞതായ വിവരം. ഞാൻ ആ സമ്മേളനത്തിൽ ചോദിച്ചൊരു ചോദ്യത്തെ സംബന്ധിച്ച് 2 വർഷത്തിന് ശേഷം ഇപ്പോൾ ഞാനത് പെട്ടെന്ന് ഓർക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഡൽഹിയിലെ എന്റെ സെക്രട്ടറിയോട് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്ന് ആ ചോദ്യം സംബന്ധിച്ചും അതിന്റെ ഉത്തരം സംബന്ധിച്ചുള്ള വിവരങ്ങൾ അത് എന്തായാലും അതൊന്ന് തപ്പിയെടുക്കാനായി ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിപ്പോ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടല്ല ഞാൻ ഈ പറയുന്നതെങ്കിൽ പോലും. എന്തായാലും ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വളരെ വിവാദമായി മാറിയിരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ അറിയേണ്ടത്, ഇത്തരത്തിൽ വിദേശ രാഷ്ട്രങ്ങളുമായിട്ടുള്ള കരാറുകളിൽ ഏർപ്പെടുമ്പോൾ അത്തരത്തിലുള്ള ആയുധ കരാറുകളായിരുന്നാലും അതിന്റെ സ്പെസിഫിക്കേഷനും മറ്റു കാര്യങ്ങളുമല്ല ഞാൻ ഉൾപ്പെടെയുള്ള പാർലമെന്റ് അംഗങ്ങൾ ആരും ചോദിക്കുന്നത്. എത്ര മിസൈലുകൾ അതില് നിങ്ങൾക്ക് ഘടിപ്പിക്കാൻ പറ്റും, എത്ര ബോംബുകൾ ഘടിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതിന്റെ മറ്റേതെങ്കിലും വിധത്തിലുള്ള ഇതിന്റെ ടാക്ടിക്കൽ പെർഫോമൻസിനെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളല്ല ചോദിക്കുന്നത്. അതെല്ലാം തികച്ചും സാങ്കേതികമായ കാര്യങ്ങളാണ്. അതിൽ ചില കാര്യങ്ങൾ ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ അറിയേണ്ടതില്ല എന്ന് തന്നെ വെച്ചുകൊള്ളുക. പക്ഷേ ഇതിന്റെ വില സംബന്ധിച്ചുള്ളതും ഇതിന്റെ സർവീസ് സംബന്ധിച്ചുള്ളതും ഇതിന്റെ അറ്റകുറ്റപ്പണികൾ മാത്രമല്ല ഇതിന്റെ സ്പെയർ പാർട്സുകളുടെ വിതരണത്തെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അത് ഒരു രാജ്യത്ത് നിന്ന് ഒളിച്ചു വയ്ക്കുന്നത് ശരിയല്ല. എന്തുകൊണ്ട് ഒളിച്ചു വയ്ക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ പറയാം. ഇന്നിപ്പോ BJP ഗവൺമെന്റ് ഇത് നമ്മളാരും അറിയേണ്ടതില്ല, രാജ്യത്തിന്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടതാണ് എന്നവർ പറയുന്നുവെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ ഇക്കാര്യങ്ങളിൽ മാധ്യമങ്ങളുടെ അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നതും ഒരു സിവിൽ സൊസൈറ്റി എന്നുള്ള നിലയിൽ കുറെ കൂടി ജാഗ്രത പുലർത്തുന്നതും അത്തരം വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന നിലയിലുള്ള ജനാധിപത്യ സംവിധാനം ഫ്രാൻസിൽ നിലവിലുണ്ട്. ഇത് ഫ്രാൻസിൽ നിന്ന് വിവരങ്ങൾ ചോർന്ന് ഇന്ത്യയിലേക്ക് എത്തി നാണം കെടുന്നതിനേക്കാൾ നല്ലത് ഇത് നോക്കൂ, ഇങ്ങനെയാണ്, ഇതാണ് ഇതിന്റെ വില, ഇത് സംബന്ധിച്ചുള്ള ഇതിന്റെ ഇടപാടുകൾ ഇങ്ങനെയാണ്. അത്തരം കാര്യങ്ങൾ ഒരു ഗവൺമെന്റ് പറയുന്നതാണ് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വത്തിന് ഏറ്റവും നിരക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. കോൺഗ്രസിന്റെ ഭരണകാലത്ത് നടന്നുവല്ലോ, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ നല്ല പിള്ളയൊന്നും ആവണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആവാമെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെയും ആവാം എന്ന് പറയുന്നത് നമ്മുടെ ചില കുട്ടികൾ പറയുന്നത് പോലെ ഞാൻ തുട്ടിത്തോപ്പിക്കാം എന്ന് പറയുന്നത്. എനിക്കൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ ഷാജി എം ജോസഫിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. ഡോക്ടർ സമ്പത്ത് ദയവായി ലൈനിൽ തുടരണം. ശ്രീ ഷാജി എം ജോസഫ്, ഇപ്പോൾ റാഫേൽ ഇടപാട് വല്ലാതെ ചർച്ച ചെയ്ത് വരുന്നുണ്ട്. BJP എത്ര തടുത്താലും റാഫേൽ മുമ്പിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കേവലം വിലയുമായി ബന്ധപ്പെട്ട പ്രശ്നം മാത്രമല്ലാതായി ഇപ്പോൾ വളരുന്നുണ്ട്. ഈ കാര്യത്തിൽ BJPക്ക് എന്തോ മറയ്ക്കാനുള്ളത് പോലെ എന്ന രീതിയിൽ ഒരു അന്വേഷണമില്ല, ചർച്ചയില്ല, കാര്യങ്ങൾ ഇങ്ങനെ തന്നെ വിടുന്നു എന്നത് എങ്ങനെയാണ് കാണേണ്ടത്? ഇത് NDAയുടെ ബോഫോഴ്സായി മാറാൻ സാധ്യതയുണ്ടോ? ലാൽ, എനിക്ക് തോന്നുന്നത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കുറെ കൂടെ മുന്നിലേക്കാകുന്നു എന്നതിൻ്റെ ഒരു വലിയ അടയാളമായിട്ടാണ് ഇപ്പോൾ റാഫേൽ ഡീലിനെ കുറിച്ചുള്ള ചർച്ച ഇന്ത്യയിൽ ഉയർന്നു വരുന്നത്. BJP നേതൃത്വം കൊടുക്കുന്ന NDA സംബന്ധിച്ചിടത്തോളം രാമക്ഷേത്രം എന്ന് പറയുന്ന ഇഷ്യൂയുമായി അവർ ഏതാണ്ട് ശക്തമായി മുന്നോട്ട് പോകുന്നതിനുള്ള തയ്യാറെടുപ്പ് ഈ 13-ാം തീയതിയിൽ ആരംഭിക്കുമ്പോൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപ്രതീക്ഷിതമായി കൈവന്നിരിക്കുന്ന ഒരു വലിയ ആയുധമായി മാറുകയാണ് റാഫേൽ. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഒരു വിദേശ രാജ്യവുമായി, പ്രത്യേകിച്ച് ഫ്രാൻസുമായി ഒരു പ്രതിരോധ ഇടപാട് നടക്കുമ്പോൾ അതിൽ സുതാര്യതയുണ്ട്, അതിൽ സുതാര്യത ഉണ്ടായിരിക്കുമെന്ന് കൃത്യമായി ഈ രാജ്യത്തോട് പറഞ്ഞ നമ്മുടെ കേന്ദ്ര സർക്കാരിനെ
എന്തോ ചില തടസ്സങ്ങൾ ഉണ്ട് എന്ന് പ്രതിപക്ഷവും പൊതുസമൂഹവും മനസ്സിലാക്കുമ്പോൾ അത് രാജ്യരക്ഷയെ സംബന്ധിച്ച കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാകുക എന്ന് പറയുന്നത്, പണ്ട് രാജീവ് ഗാന്ധി ഇതേ രീതിയിലുള്ള ഒരു സ്റ്റാൻഡ് ബോഫോഴ്സിനെ കുറിച്ച് എടുത്തിരുന്നു. ഞാനിപ്പോൾ ശ്രീ ഹരിദാസ് പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചു. ഇതൊരു ഗവൺമെൻറ് ടു ഗവൺമെൻറ് ഡീലാണെന്ന്. അതിൻ്റെ അർത്ഥം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഫ്രാൻസിലെ അദ്ദേഹത്തിൻ്റെ കൗണ്ടർ പാർട്ടുമായി നേരിട്ട് നടത്തുന്ന ഒരു കോൺട്രാക്ട്. അതുകൊണ്ട് ഇതിൽ അഴിമതിക്ക് യാതൊരു സാധ്യതയുമില്ലെന്നാണ്. ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ ഹരിദാസിൻ്റെ ശ്രദ്ധ ബോഫോഴ്സിൻ്റെ കാര്യത്തിൽ രാജീവ് ഗാന്ധി പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് ആകർഷിക്കുകയാണ്. അത് അന്ന് രാജീവ് ഗാന്ധിയോട് ബോഫോഴ്സിലെ കിക്ക് ബാക്സിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ രാജീവ് ഗാന്ധി പറഞ്ഞത്, സ്വീഡിഷ് ഗവൺമെൻറ്റുമായി ഈ കോൺട്രാക്ട്, ബോഫോഴ്സ് കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ, ഒപ്പിടുമ്പോൾ ഞാൻ വ്യക്തിപരമായി അവിടെ സന്നിഹിതനായിരുന്നു, അതുകൊണ്ട് ഇതിലൊരു കിക്ക് ബാക്സിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു സിമിലാരിറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഒരു ഡീലിൽ, റാഫേൽ ഡീലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കാണിച്ച ഒരു സ്പീഡുണ്ട്. ആ സ്പീഡിനെ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം നമ്മുടെ വായുസേനയുടെ സ്ക്വാഡ്രൺ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഏതാണ്ട് 45 എണ്ണം വരുന്ന ഫ്ലീറ്റാണ്. അത് 33 എണ്ണമായി തീരുകയും ഇപ്പോൾ ഈ വർഷം അവസാനിക്കുമ്പോൾ അത് 30 എണ്ണമായി തീരുകയും ചെയ്തതുകൊണ്ട് വായുസേനയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ആവശ്യം അവർ കൂടെ കൂടെ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ ഗവൺമെൻറ്റിനെ സംശയിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ലാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, റിലയൻസ് ഡിഫൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുമായി 22,000 കോടിയുടെ ഒരു കോൺട്രാക്ട് സ്പെയർ പാർട്സിനും അക്സസറീസിനും ഒക്കെ ആയിട്ട് ഡാസോൾ എന്ന കമ്പനി, ഫ്രഞ്ച് കമ്പനി ഏർപ്പെടുക എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് പ്രതിരോധ ആയുധങ്ങളും സാമഗ്രികളും നിർമ്മിക്കുന്ന വളരെ വർഷങ്ങളോളം അനുഭവമുള്ള കമ്പനികൾക്കോ പൊതുജനത്തിനോ മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിൻ്റെ കാരണം അനിൽ അംബാനി നേതൃത്വം കൊടുക്കുന്ന ഈ കമ്പനി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെത്തി ഈ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതിന് ഏതാണ്ട് 2 മാസം മുമ്പ് മാത്രം രജിസ്റ്റർ ചെയ്യപ്പെട്ടൊരു കമ്പനിയാണ്. അവിടെയാണ് സംശയത്തിൻ്റെ നിഴലിലേക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ ഈ ഡീലെത്തുന്നത്. എന്തുകൊണ്ടാണ് ഒരു മുൻപരിചയവുമില്ലാത്ത ഒരു കമ്പനിയുമായി, ദാസോൾ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് കമ്പനി, എസ്റ്റാബ്ലിഷ്ഡ് കമ്പനി, ഓർക്കണം നമ്മുടെ മിറാഷൊക്കെ ഇവരോട് തന്നെ വാങ്ങിയതാണ് നമ്മൾ. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പനി, പ്രതിരോധ രംഗത്ത് പ്രവർത്തിച്ച് ഒരു റെക്കോർഡുള്ള ഒരു കമ്പനി, ഇന്നലെ ഉണ്ടായ യാതൊരു അനുഭവമില്ലാത്തൊരു കമ്പനിയുമായി പെട്ടെന്നൊരു ഡീലിലേക്ക് വരുന്നതിൻ്റെ കാരണം എന്ത്? ഈ ചോദ്യത്തിന് ഉത്തരം ഗവൺമെൻറ് പറഞ്ഞേ തീരൂ. ആരും ഗവൺമെൻറ്റിനോട് നമ്മൾ വാങ്ങുന്ന ആയുധത്തിൻ്റെ എന്താണ്, അതിൻ്റെ സെമാൻറ്റിക്സ് എന്താണ്, ആ ആയുധത്തിൻ്റെ ഡീറ്റെയിൽസ്, ഇതൊന്നും ചോദിക്കുന്നില്ല. ചോദ്യം ഇതിൻ്റെ വിലയെക്കുറിച്ചാണ്. വിലയെക്കുറിച്ച് പറയുമ്പോഴും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ NDA ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന ഈ റാഫേൽ ഡീൽ എന്ന് പറയുന്നത്, ശ്രീ ഹരിദാസ് വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിൽ കൊണ്ടുവന്ന ഈ റാഫേൽ എന്ന് പറയുന്ന ആ ജെറ്റ്സ് അത് വളരെ അപ്ഗ്രേഡഡ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിരുന്നാലും ഇതിൻ്റെ പ്രൈസ് നെഗോഷിയേഷൻ കംപ്ലീറ്റ് ആയി മാറ്റിയിരിക്കുകയാണ്. ഇവിടെയും ചോദ്യങ്ങളും സംശയങ്ങളും ഉയരുന്നു. ശരി, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇത്രയും വിശദമായി നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നു. രാജ്യത്തെ പ്രധാനമന്ത്രി പറയാത്ത കാര്യങ്ങൾ KVS പറയാൻ സാധിക്കുന്നു. ഇതിൻ്റെ വിശദാംശങ്ങൾ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ചാനൽ ചർച്ചകളിൽ പറയുന്നു. മാധ്യമപ്രവർത്തകർക്ക് ഒരുപാട് വിശദാംശങ്ങൾ കിട്ടുന്നു. വെബ്സൈറ്റിൽ അടിച്ചു നോക്കിയാൽ രാജ്യത്ത് ഈ യന്ത്രവിമാനങ്ങളുടെ എല്ലാ സ്പെസിഫിക്കേഷൻ വരെ കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്, ഗൂഗിളിൽ കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഉള്ളപ്പോഴും എല്ലാം രഹസ്യമാണ്, രാജ്യരക്ഷയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ഒഴിഞ്ഞു മാറുന്നത് എന്തുകൊണ്ടാണ് സർക്കാർ? ചർച്ചാ ഇടവേളയ്ക്ക് ശേഷം ശ്രീ KVS ഹരിദാസ്, മറ്റ് 3 പേരുണ്ട്. സമയം എനിക്ക് വളരെ കുറവാണ്, അതിനിടയ്ക്ക് ഞാൻ ഇടപെടുന്നു. ഇതൊക്കെ താങ്കൾക്ക് വാദങ്ങളായി ഉണ്ട്, എനിക്കറിയാം. ഞാനത് വളരെ ശാന്തമായി അങ്ങയോട് ചോദിക്കുകയാണ്. ഈ യന്ത്രവിമാനത്തിൻ്റെ ഒരു രഹസ്യവും അങ്ങ് പുറത്തേക്ക് വിടരുത്, കാരണം ഗൂഗിളിൽ ഉണ്ട് എന്നാണല്ലോ ഇവിടെ എല്ലാവരും പറയുന്നത്. അങ്ങ് പറയണ്ട. പക്ഷെ അറിയേണ്ട ഒരു കാര്യമുണ്ടല്ലോ ശ്രീ KVS ഹരിദാസ്, ഇവിടെ ഈ ചർച്ചയിൽ ഉയർന്നു വന്ന ഒരു കാര്യമുണ്ടല്ലോ.
ഈ റിലയൻസ് ഡിഫൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായി കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രധാനമന്ത്രിയെ കാണുന്നു, ഇത്തരം ഒരു പരിഷ്കരിച്ച എഗ്രിമെന്റിലേക്ക് പോകുന്നു എന്നുള്ളത് എങ്ങനെ വായിച്ചെടുക്കണം എന്ന് പറയുന്നതും അതിൻ്റെ ഉത്തരം പറയുന്നതും രാജ്യസുരക്ഷയെ ബാധിക്കുന്നതാണോ? പറയില്ലേ? ഞാൻ പറയാം ലാലെ, ഞാൻ പറയാം. എൻ്റെ കയ്യിൽ മറുപടിയുണ്ട്. 2014 ജൂണിലാണ് പ്രതിരോധ രംഗത്ത് 49% വരെ FDIക്ക് അനുമതി കൊടുക്കുന്ന തീരുമാനം ഗവൺമെൻറ് എടുത്തത് 2014 ജൂണിൽ. അന്ന് ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഓട്ടോമാറ്റിക് റൂട്ടിൽ കൂടി വരുന്ന സ്ഥാപനങ്ങൾക്ക് 49% വന്നാൽ ദർ ഈസ് നോ നീഡ് ഓഫ് എ ഗവൺമെൻറ് സാങ്ഷൻ. ഇപ്പോൾ വിദേശത്തുള്ള ഏതെങ്കിലും കമ്പനിയുമായിട്ട് ചേർന്ന് FDIയുടെ അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തനം നടത്താൻ, ആയുധം നിർമ്മിക്കാൻ വരുന്ന സ്ഥാപനത്തിന് ഗവൺമെൻറ് സാങ്ഷൻ ആവശ്യമില്ല. അതാണ് 2014 ജൂണിലെ തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിരോധ രംഗത്തുള്ള വിദേശ സ്ഥാപനങ്ങളുടെ വരവ്. ഇവിടെ ഈ ഫ്രഞ്ച് കമ്പനിക്ക് ഇന്ത്യയിൽ ഒരു പാർട്ട്ണറെ വേണമെങ്കിൽ ദേ ക്യാൻ ചൂസ് ദംസെൽസ്. ഗവൺമെൻറ്റിൻ്റെ ആവശ്യമില്ല, ഗവൺമെൻറ്റിൻ്റെ അനുമതി ആവശ്യമില്ല. ഇതിനകത്തുള്ള ഒരു ധാരണ, നമ്മൾ വാങ്ങുന്ന റാഫേൽ വിമാനങ്ങളിൽ 50% അവർ ഇന്ത്യയിൽ നിർമ്മിച്ച് നൽകണം, മേക്ക് ഇൻ ഇന്ത്യ സ്കീമിൽ വരണം. അതാണ് ഗവൺമെന്റ് വച്ചിട്ടുള്ള ഒരു വ്യവസ്ഥ. ശ്രീ കെ വി എസ് ഹരിദാസ് വളരെ ലളിതവൽക്കരിച്ചു പറയരുത്. മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള രീതിയിൽ രാജ്യത്തെ കൂടി, അതായത് സാധാരണ ചെറുകിട സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ വീടുകളിൽ കുടിൽ വ്യവസായം പോലെ നടത്തിയെടുക്കുന്ന ഒരു പരിപാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് പോലെ അല്ല. റിലയൻസ് ഡിഫൻസ് എന്ന് പറയുന്ന അനിൽ അംബാനിയുടെ ഒരു കമ്പനി, ഈ രംഗത്ത് പരിചയസമ്പന്നത ഇല്ലാത്തൊരു കമ്പനി, 22,000 കോടി രൂപയ്ക്ക് ഈ സ്പെയർ പാർട്സ് ഉണ്ടാക്കി കൊടുക്കാൻ അങ്ങ് പറയുന്ന ആ ലളിത മാർഗത്തിലൂടെ ഫ്രഞ്ച് കമ്പനിക്കുള്ള അവകാശം ഉപയോഗിച്ച് ഇവിടെ കരാറുണ്ടാക്കുകയാണ്, നോക്കി നിൽക്കുകയാണ്. ഇപ്പോൾ കണക്ക് ചോദിക്കുമ്പോൾ രാജ്യസ്നേഹം പോകും, രാജ്യത്തെ രഹസ്യം പോകുമെന്ന് പറഞ്ഞ് വീമ്പിളക്കുന്ന സർക്കാർ നോക്കി നിൽക്കുകയാണ്. ഈ ഫിനാൻസ് കമ്പനിക്ക്, ഈ ഡിഫൻസ് കമ്പനി എന്ന പേരിൽ ഈ കമ്പനിക്ക് ഈ കരാറുണ്ടാക്കി ഈ യുദ്ധവിമാനം ഉണ്ടാക്കിയെടുക്കാൻ. ഞാൻ ചോദിക്കുന്നത്, ഫ്രഞ്ച് കമ്പനിക്ക് ഇന്ത്യയിലെ പാർട്ട്ണറെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്, ഗവൺമെൻറ്റിൻ്റെ സാങ്ഷൻ ആവശ്യമില്ല. ഇതാണ് 2014 ഗവൺമെൻറ് ഡിസിഷൻ. അതനുസരിച്ചാണ് നടക്കുന്നത്. അതിലിപ്പോൾ ഒരു ഏർപ്പാടല്ലേ ഈ ഫ്രഞ്ച് കമ്പനിയെ ഇങ്ങനെ അഴിച്ചുവിടാമോ? ഇവിടുത്തെ ഏതെങ്കിലും ഒരു കമ്പനിക്ക് അവർക്ക് തോന്നുന്നവരുമായി കൂട്ടുകൂടി ഈ യന്ത്രവിമാനത്തിന്റെ, യുദ്ധവിമാനത്തിന്റെ സ്പെയർ പാർട്സ് ഉണ്ടാക്കി കൊടുക്കാൻ സമ്മതിക്കാമോ രാജ്യത്തോട് സ്നേഹമുള്ള ഒരു സർക്കാരിന്? ഞാനൊന്ന് ഇടപെടുകയായിരുന്നല്ലേ. തമാശയ്ക്ക് ചോദിക്കുന്നത് നല്ലത് തന്നെയാണ്. ഞാൻ പറഞ്ഞത് രാജ്യത്ത് നിലവിലുള്ള ഒരു നിയമവ്യവസ്ഥയുടെ കാര്യമാണ്. അതനുസരിച്ചാണ് അവർ നിയമം മാറ്റാൻ പറ്റുന്ന സർക്കാരല്ലേ ഇവിടെ ഉള്ളത്. അംബാനിയാണോ അദാനിയാണോ എന്ന് നോക്കേണ്ട കാര്യമില്ല. FDIയുടെ കാര്യത്തിൽ ഗവൺമെന്റ് എടുത്തിട്ടുള്ള ഡിസിഷനാണ്. അതനുസരിച്ച് ഫ്രഞ്ച് കമ്പനി, കാരണം ഞാൻ ചോദിക്കട്ടെ, ഫ്രഞ്ച് കമ്പനിക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് സമയപരിധിക്കുള്ളിൽ വിമാനം ഇന്ത്യയിൽ നിർമ്മിച്ച് നൽകണം. അത് നൽകാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ അവർ കണ്ടെത്താതിരിക്കുമോ? ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ എളുപ്പമാണ്. രാഹുൽ ഗാന്ധിക്ക് പോയി അഴിമതിയെ കുറിച്ച് അറിഞ്ഞാൽ മതി. രാജ്യത്തൊരു യുദ്ധവിമാനം ഉണ്ടാക്കാൻ വെപ്രാളപ്പെടുന്ന, പാടുപെടുന്ന ഒരു സർക്കാരിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയേണ്ട അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു. ഇവിടെയുള്ള ആരെയെങ്കിലും കൊണ്ട് ഇത് സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പെടുന്ന പാട്, അതുകൊണ്ടാണ് റിലയൻസ് ഡിഫൻസുമായി ഇങ്ങനെ ഒരു കരാറിൽ ഏർപ്പെടേണ്ടി വരുന്നത് എന്ന് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ശ്രീ KVS പറഞ്ഞത് ഇതിൻ്റെ ഒരു പ്രൊപ്പോണ്ടറൻസ് ആൻഡ് പ്രോബബിലിറ്റീസ് വന്നത് 2014 ജൂൺ മാസത്തിൽ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ച ഒരു തീരുമാനത്തിന്റെ വെളിച്ചത്തിലാണെന്നാണ്. എന്റെയും ആക്ഷേപം അതുതന്നെയാണ്. 2014 ജൂൺ മാസത്തിൽ റിലയൻസിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു തീരുമാനവും നിയമവും ഒരു നിലവിലുള്ള സംവിധാനവുമാണതാണ്. അതാണ് കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. 2014
മെയ് മാസത്തിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ആദ്യം തന്നെ ചെയ്തത് ഈ റിലയൻസുകാർക്ക് എന്തൊക്കെ ഗുണം കിട്ടാൻ പറ്റുന്ന തരത്തിൽ FDI യുടെ ചാനലൈസേഷന്റെ നിയമമുണ്ടാക്കാൻ ആണെന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു ശുദ്ധത കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ ഒരു നല്ല മനസ്സുകൊണ്ടാണ്. അത് ജനങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം കൂടി അദ്ദേഹത്തെ ഞാൻ അറിയിക്കുകയാണ്. ശ്രീ PM സുരേഷ് ബാബു, ഈ കാര്യത്തിൽ രാഹുൽ ഗാന്ധി ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്, രാഹുൽ ഗാന്ധിയുടെ ചില സംശയങ്ങളുണ്ട്. ഈ കാര്യത്തിൽ റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട് അഴിമതിയാണോ നടന്നത്? അത് പ്രധാനമന്ത്രിക്കാണോ നേട്ടമുണ്ടായത്? അതോ പ്രധാനമന്ത്രിയുടെ സുഹൃത്തിനാണോ നേട്ടമുണ്ടായത്? അതോ ഇവർക്കെല്ലാവർക്കുമാണോ എന്നൊരു ചോദ്യമാണ് ട്വിറ്ററിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. ഇതിൽ എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള ഉത്തരം? എവിടെയാണ് അതിനുള്ള തെളിവ്? എൻ്റെ മനസ്സിൽ ഒരു ഉത്തരവില്ലല്ലോ ഡോക്ടർ ലാൽ, എൻ്റെ മനസ്സിൽ അക്കാര്യത്തിൽ ഉത്തരവില്ല. എൻ്റെ പാർട്ടിയുടെ നേതാവ് ഈ ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ശ്രീ KVS ഹരിദാസിൽ നിന്ന് ഈ ചാനലിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ നരേന്ദ്രമോദിയിൽ നിന്നും നിർമ്മല സീതാരാമനിൽ നിന്നും ഞങ്ങൾ പാർലമെന്റിലും പ്രതീക്ഷിക്കുന്നു. അത്രയാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതൊക്കെ നടക്കുമ്പോൾ മനോഹർ പരീക്ക് ഒരു ഇതിനെ പറ്റിയ ആളല്ലെന്ന് കണ്ട് ഗോവയിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ ഒരു കൊച്ചു 60 MLA-മാരോ മറ്റോ ഉള്ള ഒരു കൊച്ചു സംസ്ഥാനത്തേക്ക് അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആളെ കൂട്ടിക്കൊണ്ടുപോയി ഡിഫൻസ് മിനിസ്റ്റർ ആക്കിയത് അദ്ദേഹം അവിടെ ഇരുന്ന് കാണിക്കുന്നത് മോദിക്കോ മറ്റു ഗവൺമെന്റിന്റെ ആളുകൾക്കോ യുക്തമല്ലെന്ന് കണ്ടപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങ് താഴെ കൊണ്ടുവന്ന് അവിടെ വേണ്ടുന്ന ആളെ ഇരുത്തിയിട്ട് ഇത്തരം നടപടികളൊക്കെ നടത്തുമ്പോൾ ഈ രാജ്യത്ത് അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഞങ്ങളാണ് മുന്നിൽ എന്ന് പറഞ്ഞാൽ ഇനി ആര് വിശ്വസിക്കും? ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ ഷാജിം ജോസഫ്. പക്ഷേ ഡോക്ടർ PK ബിജു ഇപ്പൊ ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹത്തിന് ട്രാഫിക് ബ്ലോക്കിലായതുകൊണ്ട് സ്റ്റുഡിയോയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. നേരത്തെ നമ്മൾ ഡോക്ടർ സമ്പത്ത് സംസാരിച്ചു. ഇപ്പോൾ ഡോക്ടർ PK ബിജു ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ PK ബിജു കേൾക്കാമോ? ഡോക്ടർ PK ബിജു, വളരെ ഗുരുതരമാണ് കാര്യങ്ങൾ. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്യുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ വിശദാംശങ്ങളാണ്, ഉത്തരമില്ലായ്മയാണ് BJPക്ക് മുമ്പിൽ എന്നാണ് KVS പറയുന്ന ഓരോ ഘട്ടത്തിലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റിലയൻസിന് വേണ്ടി 2014 ഉണ്ടാക്കിയ ഒരു നിയമത്തിന്റെ പുറത്ത് രാജ്യത്തെ യുദ്ധ വിമാനങ്ങളുടെ സ്പെയർ പാർട്സ് ഉണ്ടാക്കി കൊടുക്കാൻ റിലയൻസിന് സാധ്യത ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു എഗ്രിമെന്റ്, അതിന് ഫ്രഞ്ച് കമ്പനിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു എഗ്രിമെന്റ്, അത് വച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പാർലമെന്റിൽ ചോദിച്ചാൽ ദേശസുരക്ഷയ്ക്കെതിരാകും ഉത്തരം പറഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തെ അടക്കിയിരുത്താൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ആ ഗൗരവം മനസ്സിലായിട്ടുണ്ടോ? ഡോക്ടർ ഞാൻ KVS ഹരിദാസ് പറഞ്ഞ ഞാൻ കേട്ടു. അദ്ദേഹത്തിന്റെ നേതാവ് യശ്വന്ത് സിൻഹ പറഞ്ഞിട്ടുണ്ട്, മേക്കിംഗ് ഇന്ത്യ അല്ല, ആദ്യം മേക്ക് ഇന്ത്യ, അതിനുശേഷം ശ്രീ മോദി മേക്കിംഗ് ഇന്ത്യയിലേക്ക് പോയാൽ മതി. ഇവിടെ KVS വളരെ ശുദ്ധഗതിയോടുകൂടി റിലയൻസിനെ കൊണ്ടുവന്ന നിയമം 2014 വന്നതിനെ കുറിച്ച് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, 2001 ഇന്ത്യയിലെ എയർഫോഴ്സ് പറഞ്ഞത് നമ്മുടെ MiG-21 അതുപോലെ 27 ഇതെല്ലാം 200-300 ഫൈറ്റർ വിമാനങ്ങൾ കാലഹരണപ്പെട്ടതാണ്. അതുകൊണ്ട് രാജ്യത്തിന് ഫൈറ്റർ വിമാനം വേണം. അങ്ങനെയാണ് 2007 ഈ ഒരു കരാറിന് തുടക്കം കുറിക്കുന്നത്. ശ്രീ AK ആന്റണി അന്ന് ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് അദ്ദേഹം ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ മീറ്റിംഗ് വിളിച്ച് അതിന്റെ തലവൻ ഡിഫൻസ് മിനിസ്റ്റർ അന്നുണ്ടാക്കിയിട്ടുള്ള കരാറാണ് ഇത്. 126 എയർക്രാഫ്റ്റുകൾ, അത് 6 പേരാണ് ബിൽഡർമാരുണ്ടായിരുന്നത്. അന്തിമമായിട്ടാണ് അവസാനം ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഈ എയർക്രാഫ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടി ദസാട്ട് ഏവിയേഷന് കരാർ കൊടുക്കുന്നത്. ആ കരാർ കൊടുക്കുന്ന അന്തിമഘട്ടത്തിൽ അത് 2014 അധികാരത്തിൽ വന്ന മോദി ഗവൺമെന്റ് ആ കരാർ അവസാനിപ്പിച്ചു. ആ കരാർ പറഞ്ഞിരുന്നത് എന്താ, 18 വിമാനങ്ങൾ അവരുണ്ടാക്കി തരും, ബാക്കി 108 വിമാനങ്ങൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന നമ്മുടെ പബ്ലിക് സെക്ടർ യൂണിറ്റ് അതിന്റെ എല്ലാ ടെക്നോളജി ട്രാൻസ്ഫറും കൊടുത്ത് അവരിവിടെ നിർമ്മിക്കും. ഈ ദസാട്ട് ഏവിയേഷൻ കമ്പനി അവരുടെ 50% തുക നമ്മുടെ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്ത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ നടപ്പിലാക്കണം. മോദി മേക്ക് ഇൻ ഇന്ത്യ പറയുകയും ആ കരാർ റദ്ദാക്കുകയുമാണ് രാജ്യത്ത് ചെയ്തത്. അതിനുത്തരമാണ് KVS ഹരിദാസ് രാജ്യത്ത് ജനങ്ങളോട് പറയേണ്ടത്, പ്രധാനമന്ത്രി പറയേണ്ടത്, ഡിഫൻസ് മിനിസ്റ്റർ പറയേണ്ടത്. അതുപോലെ തന്നെ
126 വിമാനം 36 ചുരുങ്ങിയപ്പോൾ അന്ന് ഏതാണ്ട് 10.2 ബില്യൺ US ആയിരുന്നു, 54,000 കോടി രൂപ. ഇപ്പം ഈ 36 ചുരുങ്ങിയപ്പോൾ 58,000 കോടി രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. എങ്ങനെയാണ് ഇത്രയധികം ഡിഫറൻസ്? ഏതാണ്ട് കുറഞ്ഞ വിമാനങ്ങൾ വാങ്ങുമ്പോൾ രാജ്യത്തിന് ഉണ്ടാവുന്നത്. ശരി, ഡോക്ടർ പി കെ ബിജു, ഞാൻ തിരിച്ചു വരാം. ശ്രീ ഷാജി എം ജോസഫ്, ഈ കാര്യത്തിൽ അറിയേണ്ടത് അത് തന്നെയാണ്. ഇപ്പോൾ ഡോക്ടർ പി കെ ബിജുവും അഡ്വക്കേറ്റ് PM സുരേഷ് ബാബുവും ഒക്കെ ചൂണ്ടിക്കാട്ടുന്ന, അടിവരയിടുന്ന ഒരു കാര്യം ഈ കണക്ക് തന്നെയാണ്. അതാണ് വളരെ ലളിതവൽക്കരിച്ച KVS പറയുന്നത്. 400 തോക്കിന് വേണ്ടി 1600 കോടി രൂപ ചെലവാക്കിയപ്പോൾ 68 കോടി രൂപ കമ്മീഷൻ വാങ്ങി എന്നതാണ് രാജീവ് ഗാന്ധിക്കുണ്ടായ ഈ പ്രശ്നങ്ങൾ. ബോഫോഴ്സ്, അതിന്റെ പേരിൽ ആ സർക്കാർ താഴെ പോയി. പിന്നീട് കോൺഗ്രസിന് അത്തരത്തിലൊരു ഗുണമുണ്ടായത് നമ്മൾ കണ്ടിട്ടില്ല. ശ്രീ ഷാജി എം ജോസഫ്, ഇത് ആവർത്തിക്കുകയാണോ? തനിയാവർത്തനമാണോ? ഒറ്റയ്ക്കൊരു ഭൂരിപക്ഷത്തോടുകൂടി NDA സർക്കാർ 300-ൽ പരം സീറ്റ് നേടി അധികാരത്തിലിരിക്കുമ്പോൾ വരുന്ന ഈ പറയുന്ന റാഫേൽ ബോഫോഴ്സിന്റെ എത്ര ഇരട്ടിയാണ് ഒരു ആഘാതം ഉണ്ടാക്കാൻ പോകുന്നത് എന്നതാണ് ഇപ്പോൾ ചോദ്യം. ഡോക്ടർ ലാൽ, ഇതുവരെയുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസ്, അവരുടെ അവകാശവാദങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇന്ത്യയിലെ സമ്മതിദായകർക്കിടയിൽ എന്ത് മാറ്റങ്ങളാണ് വരുത്തുന്നത് എന്ന് ഏറ്റവും അടുത്ത ഗുജറാത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. അപ്പോൾ ഞാൻ ഇപ്പോൾ ശ്രീ ഹരിദാസ് പറഞ്ഞപ്പോൾ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നത്, നമ്മൾ ഈ റാഫേൽ ഡീലിനെ കുറിച്ചുള്ള ഒരു വളരെ അടിസ്ഥാനപരമായ കാര്യം മറന്നുപോയിരിക്കുന്നു. അത് 2012 ആകുമ്പോഴേക്കും UPA ഗവൺമെൻറ് കൊണ്ടുവന്ന റാഫേൽ ഡീൽ എന്ന് പറയുന്നത്, ആ ഡീൽ നടക്കേണ്ടത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനവുമായിട്ടാണ് നടക്കേണ്ടിയിരുന്നത്. അതിനെ മാറ്റി നിർത്തിക്കൊണ്ട്, അതായത് നമ്മൾ മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ പേര് പറയുമ്പോഴും നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ ഏറ്റവും വലിയ സംഭാവനകൾ നടത്തിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഈ ഡീൽ ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഫ്രാൻസുമായി ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ, ഡസോൾ ആയി ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ HAL പുറത്തായി. അതിന് ഏതാണ്ട് 15-20 ദിവസം മുൻപ് മൊട്ടിപ്പുളച്ചു വന്ന റിലയൻസ് ഡിഫൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി 22,000 കോടിയുടെ ഒരു കോൺട്രാക്ട് ഈ കമ്പനിയുമായി, ഫ്രഞ്ച് കമ്പനിയുമായി ഉണ്ടാക്കി. അതിന് ഫ്രഞ്ച് കമ്പനിക്ക് അവകാശമുണ്ടെന്നാണ് KVS പറയുന്നത്. തീർച്ചയായിട്ടും അവകാശമുണ്ട്. അതിൻ്റെ കാരണം എങ്ങനെയാണ് അവകാശമുണ്ടായത്? ശ്രീ സുരേഷ് ബാബു പറഞ്ഞതുപോലെ തന്നെ ഈ ഡീലിലേക്ക് കാര്യങ്ങളെ എത്തിക്കുവാൻ വേണ്ടി പാർലമെൻറ്റിലെ നിയമനിർമ്മാണം മുതൽ ഇങ്ങോട്ട് ഒരു കൊറിയോഗ്രാഫ്ഡ് ലെജിസ്ലേഷൻ വന്നിരിക്കുന്നു എന്ന രീതിയിലാണ് കാര്യങ്ങളെ ജനങ്ങൾ കാണുന്നത്. അതിനാണ് ഈ ചോദ്യത്തിനും ഈ സംശയത്തിനുമാണ് ഉത്തരങ്ങൾ ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൊതുമേഖലാ സ്ഥാപനമായ HAL നേരിട്ടിറങ്ങി ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തിനെ ആക്കം വർദ്ധിപ്പിക്കുവാൻ, നമ്മുടെ എയർഫോഴ്സിൻ്റെ സ്റ്റെൽതി സ്ട്രൈക്ക് പവർ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി, നമ്മുടെ സ്ക്വാഡ്രൺ ഫ്ലീറ്റ് സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു നീക്കത്തിനെ അവസാനമായി നമ്മൾ കണ്ടത് HAL പോലുള്ള സ്ഥാപനങ്ങൾ പുറത്തേക്ക് പോയി, അവർക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ലാതെ വന്നു. അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്, ഈ ഗവൺമെൻറ് തീർച്ചയായിട്ടും വായുസേനയെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ് കാണിച്ച ഒരു സ്പീഡുണ്ടല്ലോ, അവരുടെ സ്ക്വാഡ്രൺ സ്ട്രെങ്ത് കുറഞ്ഞപ്പോൾ എത്രയും വേഗം ഇങ്ങനെ ഒരു കോൺട്രാക്ട് കൊണ്ടുപോയി. UPAക്കെതിരെ വന്ന ആരോപണം, നമ്മുടെ വായുസേനയുടെ ഭാഗത്ത് വന്ന ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് അതായിരുന്നു. നമ്മുടെ വായുസേന നേരിട്ട് കൊണ്ടിരുന്ന ഒരു വലിയ ബലഹീനതയെ, ശരി, ആ ബലഹീനത മാറ്റിയെടുക്കാൻ വേണ്ടി പുതിയ പരിഷ്കരിച്ച നിയമങ്ങളുമായി ഈ കരാർ ഉണ്ടാക്കിയപ്പോൾ എത്ര രൂപയ്ക്ക് ഈ യുദ്ധവിമാനങ്ങൾ വാങ്ങി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ യുദ്ധവിമാനങ്ങളുടെ കുതിരശക്തി നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരുന്ന അത്രയും നിസ്സാരമല്ല ഇപ്പോൾ ചർച്ച ചെയ്തു വന്നപ്പോൾ കാര്യങ്ങൾ അതിനേക്കാൾ വലുതാണ്. നിർമ്മല സീതാരാമൻ പറഞ്ഞ ആ സുതാര്യത എന്തുകൊണ്ട് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന് പാലിക്കാൻ പറ്റുന്നില്ല എന്ന വലിയ ചോദ്യമാണ് അവശേഷിക്കുന്നത്. അവസാനത്തെ 7 മിനിറ്റിൽ ചർച്ച ഉണ്ടാകും, ഇടവേളയ്ക്ക് ശേഷം. ശ്രീ KVS ഹരിദാസ്, അപ്പോൾ ഈ വർഷം തോറും 2 കോടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞ്
മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ചത് ഇതിനു വേണ്ടിയായിരുന്നു. റിലയൻസ് ഡിഫൻസിനെ പോലെയുള്ള ആളുകൾക്ക് ഇന്ത്യ മേക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാനായിരുന്നു. HAL പോലെയുള്ള പബ്ലിക് സ്ഥാപനങ്ങളെ, പൊതുമേഖലാ സ്ഥാപനങ്ങളെ കാറ്റിൽ പറത്തി റിലയൻസ് ഡിഫൻസിന് നേട്ടമുണ്ടാക്കി കൊടുക്കാനായിരുന്നു. ഈ ചോദ്യം ഇപ്പോൾ ചോദിക്കുക മാത്രമല്ല, ചിലർക്ക് കാര്യങ്ങൾ മനസ്സിലായി. രാജസ്ഥാനിൽ നിന്ന് വന്ന വാർത്ത അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അവിടെ ഒരു ബൂത്തിൽ BJPയുടെ വോട്ട് 0, മറ്റൊരിടത്ത് 1. വാർത്ത അങ്ങ് പറഞ്ഞിട്ടുണ്ടാകും. ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ശ്രീ KVS ഹരിദാസ്. ഞാൻ പറയാൻ വരാല്ലേ, 2 മിനിറ്റ് മതി എനിക്ക്. ഒന്ന്, സുരേഷ് ബാബു പറഞ്ഞ ആ വിമാനത്തിൻ്റെ വിലയെക്കുറിച്ച് 2014 സുരേഷ് ബാബു 746 കോടി രൂപയായിരുന്നു അന്ന് ഏക്കാരണി കണക്കാക്കി വെച്ചത് ഒരു വിമാനത്തിന്. അത് 670 രണ്ടാമത്തെ ഒരു കാര്യം അതിനൊപ്പം വായിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു 2016 നവംബർ 18 ലോകസഭയിൽ ഡിഫൻസ് മിനിസ്റ്ററുടെ MOS കൊടുത്ത മറുപടിയിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ദിസ് ഡീൽ ഇൻക്ലൂഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഡെഡ്ലി വെപ്പൺ പാക്കേജ്, ഓൾ സ്പേസ് കോസ്റ്റ് ഓഫ് ഫോർ അബൌട്ട് 75% fleet availability, a performance based logistics support for 5 years. 2 വർഷത്തേക്കുള്ള പിന്നെ എന്താ പറയുക അവരുടെ ഇൻഷുറൻസ് പോലുള്ള ഈ റിപ്പയർ സംബന്ധിച്ച കോൺട്രാക്റ്റ് 2 വർഷം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പ്രൊവിഷനും കൂടി ചേർത്തിട്ടാണ് ഈ ഡീൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് MOS ലോകസഭയിൽ പറഞ്ഞിട്ടുള്ള മറുപടിയുടെ ഭാഗമാണ്. അതിൽ നിന്ന് തന്നെ ഇതിനകത്ത് എന്തെല്ലാം ഉൾക്കൊള്ളുമെന്ന് സാധാരണ നിലയ്ക്ക് മനസ്സിലാക്കേണ്ടതാണ്. രണ്ടാമത്തെ റിലയൻസിൻ്റെ കാര്യം. റിലയൻസ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 1,13,000 കോടി രൂപയാണ് റിലയൻസിന് ബാങ്കുകളിൽ നിന്ന് വായ്പ കൊടുപ്പിച്ചത്. UPA ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി UPA സർക്കാർ അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. KVS ഹരിദാസ്, അത് ആവർത്തിക്കാനാണോ NDA സർക്കാർ വന്നത്? UPAയുടെ പേരിലുള്ള അഴിമതി ആരോപണം അതുപോലെ ഇപ്പോൾ എടുത്ത് തോളിൽ വെക്കുമ്പോൾ ഇതിനൊരു ഉത്തരം കൂടി തരണം. ഞാൻ പറയട്ടെ ലാലേ, ഞാൻ പറഞ്ഞത് അതനുസരിച്ച് തന്നെയാണ്. മറ്റത് HALന്റെ കാര്യത്തിൽ 2013 നിങ്ങളൊരു കാര്യം നോക്കോളൂ, 2013 ഈ ഡീലിനെ കുറിച്ച് രണ്ടാമത് ചർച്ച ചെയ്യുന്ന സമയത്ത് UPA ഗവൺമെൻറ് കാലത്ത് ഈ ഫ്രഞ്ച് കമ്പനിക്കാർ HAL വിസിറ്റ് ചെയ്തു. എന്നിട്ട് അവരുടെ ഒരു അസസ്മെന്റ്, ഇന്നത്തെ HALന്റെ കപ്പാസിറ്റി വച്ചിട്ട് ഈ വിമാനം നിർമ്മിച്ച് നൽകാൻ കഴിയില്ല. വി വിൽ ഹാവ് ടു ഫൈൻഡ് എ പ്രൈവറ്റ് പാർട്ട്ണർ. സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഈ കാര്യത്തിൽ രാജ്യത്തെ ജനങ്ങൾ ഇത്രയധികം ഈ കാര്യത്തിൽ റാഫേൽ ഇടപാടിൽ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ ഈ കാര്യത്തിൽ സുതാര്യത ഇല്ല, NDA സർക്കാർ എന്തോ മറയ്ക്കുന്നു എന്ന് അവർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ട്വിറ്ററിലൂടെ മാത്രം രാഹുൽ ഗാന്ധി ഇടപെടലുകൾ നടത്തി അവസാനിപ്പിക്കുമോ കാര്യങ്ങൾ? ബോഫോഴ്സിന്റെ പേര് പറഞ്ഞ് ഇപ്പോൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് NDA സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആളുകൾ. ഒരു മാച്ച് ഫിക്സിംഗ് മണക്കുന്നുണ്ട്. കൂടെ നിൽക്കുമോ? അല്ല, അതിനൊന്നും മറുപടി പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചില രാഷ്ട്രീയമായ പ്രശ്നങ്ങളും സാമ്പത്തികമായ പ്രശ്നങ്ങളുമുണ്ട്. ആ രാഷ്ട്രീയ പ്രശ്നങ്ങളോടൊപ്പം കോൺഗ്രസ് അവസാനം വരെ ഉണ്ടാകും. സാമ്പത്തിക പ്രശ്നം, ഇന്ത്യ രാജ്യത്തിൻ്റെ ഖജനാവിന് നഷ്ടം വരുന്ന ഒരു കാര്യത്തിനും കോൺഗ്രസ് കൂട്ടുനിൽക്കുകയില്ല. അതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാം വായിച്ചെടുക്കാം. മറ്റൊന്ന്, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ശ്രീ KVS നേരത്തെ പറഞ്ഞു, ദിസ് ഈസ് എ ഗവൺമെൻറ് ടു ഗവൺമെൻറ് എഗ്രിമെൻറ്റ് എന്നാണ്. അത് സത്യമല്ല. അത് ദസോൾട്ട് എന്ന് പറയുന്ന കമ്പനിയും അതൊരു സ്വകാര്യ കമ്പനിയാണ്. അത് ഫ്രാൻസിലെ ഒരു സർക്കാരിൻ്റെ കമ്പനിയല്ല, ഇന്ത്യ ഗവൺമെൻറ്റും തമ്മിലുള്ളതാണ് ആ കരാറ്. നേരത്തെ എടുത്തപ്പോഴും 7 കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ പിന്നെ ഈ ഒരു കമ്പനിയുമായിട്ടാണ് ബെസ്റ്റ് ബിഡർ എന്നുള്ള നിലയിൽ നമ്മൾ കരാറിൽ ഏർപ്പെട്ടത്. സോ ദിസ് ഇസ് നോട്ട് എ ഗവൺമെന്റ് ടു ഗവൺമെന്റ് അഫെയർ. അത് ഗവൺമെന്റും തമ്മിൽ ആക്കുന്നതിനെ കുറിച്ച് അറിയേണ്ടത് ഇത്ര മാത്രമാണ്. വളരെ ചുരുങ്ങിയ സമയത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു മണമടിച്ച് കാര്യങ്ങൾ നേരത്തെ ആകുന്നു എന്നുള്ള നിരീക്ഷണം ഉള്ളപ്പോൾ ഇനി റാഫേൽ എത്രമാത്രം ശക്തമായി പ്രതിപക്ഷം ആയുധമാക്കി മുന്നോട്ട് കൊണ്ടുപോകും? ലാല് ലോകത്തെ ഏറ്റവും അധികം ആയുധ ഇറക്കുമതി നടത്തുന്ന രാജ്യമാണ്. ലോകത്തെ 14% ആയുധ ഇറക്കുമതി നടത്തുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. നമ്മുടെ രാജ്യത്തെ ബഡ്ജറ്റ് 2,74,411 കോടി രൂപയാണ് ഈ ബഡ്ജറ്റിലും ഡിഫൻസിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്.
അതിനും അപ്പുറത്താണ് നാം ചെലവഴിക്കുന്നത്, നമുക്കറിയാം. അപ്പൊ ആയുധ കമ്പോളം, ആയുധ കച്ചവടം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആളുകൾക്കൊരു സ്വർണ്ണ കരിയാണ്. ഈ KV ഹരിദാസ് ഇവിടെ റിലയൻസ് ഡിഫൻസ് ലിമിറ്റിനെ സംബന്ധിച്ച് പറഞ്ഞത് അവരുടെ പത്രത്തിലുള്ള കാര്യങ്ങളാണ്, ഇന്ത്യയിലെ ഗവൺമെന്റ് പറഞ്ഞ കാര്യങ്ങളല്ല. അപ്പൊ യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് 720 കോടിയായിരുന്നു, 600 കുറച്ചു. പക്ഷേ വന്ന റിപ്പോർട്ടുകളെല്ലാം 520 കോടിയാണ് ഈ റഫേൽ ഒരു ജെറ്റ് ഫ്ലൈറ്റിന് എന്നാണ് പറഞ്ഞിരുന്നത്. അത് 1570 കോടി രൂപയാക്കി ഇവർ വർദ്ധിപ്പിച്ചു എന്ന വാർത്തയാണ് വന്നിട്ടുള്ളത്. അതിന്റെ വിശദാംശമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അതാണ് തരാൻ നിവൃത്തിയില്ല, അത് ചോദിക്കുന്നത് രാജ്യദ്രോഹമാണ് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അത് ചോദിക്കുന്നത് രാജ്യദ്രോഹമല്ല എന്ന് ഇപ്പോഴും BJP സർക്കാർ പറഞ്ഞിട്ടില്ല. 10 സെക്കൻഡാണ് ശ്രീ ഷാജി എം ജോസഫ് അങ്ങേക്ക് ഞാൻ തരുന്നത്. ദയവായി സഹകരിക്കണം. ഈ റാഫേൽ ഇനിയിപ്പോൾ എത്ര ശ്രമിച്ചാലും അതിന്റെ ചൂട് കുറയ്ക്കാനാകില്ല എന്ന തരത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ BJPക്ക് ഒഴിഞ്ഞു മാറാനാകുമോ? BJPക്ക് തീർച്ചയായിട്ടും പ്രധാനമന്ത്രിക്കും BJPക്ക് ഇതിന് മറുപടി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ശ്രീ ഹരിദാസ് പറഞ്ഞതിൽ ഒരു വ്യത്യാസം കൂടെ ഞാൻ പറഞ്ഞുതരാം. BJP ഇതിലെടുക്കുന്ന പ്രതിരോധം പാളിപ്പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 2014 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷം വീണ്ടും ഡാസോൾട്ട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് HAL-നോടാണ്. HAL-ൽ 2015 മാർച്ച് മാസം 17-ാം തീയതി ഡാസോൾട്ടിന്റെ ഗ്ലോബൽ CEO എറിക് ട്രാപ്പിയർ സംസാരിച്ചത് HAL-ൽ ബാംഗ്ലൂരിൽ വന്നാണ്. ശരി, സമയത്തിന്റെ പ്രശ്നം കൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. ഇന്നലെ തീരുമെന്ന് കരുതിയതാണ്, സംശയങ്ങൾ തീരുമെന്ന് കരുതിയതാണ്. ഇന്നത്തെ ചർച്ചയിലും തീരുന്നില്ല ശ്രീ KVS ഹരിദാസ്. ഇത് ഇങ്ങനെ അനന്തമായി പോകുകയാണെങ്കിൽ ആർക്കാണ് അടി കിട്ടുക എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. അത്രമാത്രം ഉറപ്പിച്ച് പറയാം. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഡോക്ടർ PK ബിജു, KVS ഹരിദാസ്, അഡ്വക്കേറ്റ് സമ്പത്ത്, ശ്രീ ഷാജി എം ജോസഫ്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. ഇനി 9 മണി വാർത്തയുമായി രശ്മി മാക്സിം ചേരും. നമസ്കാരം.